പെരിന്തൽമണ്ണയിൽ മറൈൻ എക്സ്പോ വന്നിട്ട് ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞിട്ട്, പക്ഷേ ഇപ്പോഴാണൊന്ന് പോകാനായത്. അപ്പോൾ ഇതിൻ്റെ സമയം 4:30 മുതൽ 9:30 വരെ ആയിരുന്നു കേട്ടോ സമയം. ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആവാൻ നേരമായപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ തിരക്ക് കുറവാണ്. രാത്രി ആകുമ്പോഴാണ് കൂടുതൽ പേരും വരുന്നത് കേട്ടോ. അപ്പോൾ കയറാൻ നേരം തന്നെ എൻ്റെ നേവിക്കുട്ടനെ അങ്ങോട്ട് ഉറങ്ങുകയായിരുന്നു. പക്ഷെ ഉള്ളിലെത്തിയപ്പോൾ ആൾ ഉണർന്നു കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇതാ ഒരുപാട് മീനുകളുണ്ട്. നല്ല അടിപൊളി, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് പറയാൻ മറന്നു കേട്ടോ. 120 രൂപയാണ് ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമല്ല. പിന്നെ 120 രൂപയ്ക്കുള്ളതുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കില്ല എന്നാണ് പറയാൻ തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല. കുട്ടികൾക്കാണ് കേട്ടോ അത് കൂടുതലായിട്ടൊരു ഇഷ്ടമാവുക. കാരണം മീനുകളാണല്ലോ, കണ്ടിരിക്കാൻ രസമല്ലേ. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. അതായത് അണ്ടർ വാട്ടർ ടണൽ. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ ടണലും കൂടിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ മീനുകൾ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളാണ്, പക്ഷെ പല നിറത്തിലായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു രസമായിരുന്നു കേട്ടോ. കണ്ണിന് ഒരു കുളിർമേകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ല, അതേപോലെ ഇരുന്ന് ഇത് കാണാനായിട്ട് കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞ് നേരെ പോകാതെ നമ്മുടെ മത്സ്യകന്യകേൻ്റെ അടുത്തേക്കാണ് കേട്ടോ. സാധാരണ 3 ഉണ്ടാവാറിത്രേ, പക്ഷേ ഇന്ന് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണും കേട്ടോ, അതുകൊണ്ട് തന്നെ പ്രത്യേക രസമുണ്ടായിരുന്നു. അവരുടെ ആ സ്വിമ്മിങ്ങൊക്കെ കാണാനും അവരുടേതായ ഓരോ ഡാൻസും ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മത്സ്യകന്യക നേരെ ഞങ്ങളടുത്തേക്ക് വന്നിട്ടോ, ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക്. അപ്പോൾ എന്നിട്ട് നേവിക്കുട്ടനൊരു ഹേർട്ടും കിസ്സൊക്കെ അങ്ങോട്ട് കൊടുത്തിരുന്നു കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ മത്സ്യകന്യകേനോട്. അവനെല്ലാം സന്തോഷമായിട്ടുണ്ട്. ഇവർ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്തേക്കാണ് കേട്ടോ ഇവർ ഏറെ ഇതേപോലെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഹേർട്ടും കിസ്സൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇവർ കുറച്ച് സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മേലേക്ക് പോകും കേട്ടോ. അതിനുശേഷം ഇതാ ഇവിടെ കുറേ സ്റ്റാളുകളാണുള്ളത്. മിഠായികൾ, വള, മാല, അങ്ങനത്തെ കുറേ സ്റ്റാളുകൾ, ഫുഡ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളായിട്ടുള്ള സെക്ഷനായിരുന്നു കേട്ടോ അടുത്തതുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാതെ പോരൂലല്ലോ. അപ്പോൾ ഇതാ 2-3 സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇത്രയൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഈ അമ്യൂസ്മെൻറ്റ് റൈഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സെക്ഷൻസാണ് ഉള്ളത് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ കയറാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഓരോന്നും ഉള്ളത്. പക്ഷെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഓരോന്നിൽ കയറാൻ തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നിലും കയറിയില്ല. പിന്നെ ഞാൻ ഈ ഒരു സംഭവം ട്രൈ ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. അതിന് ശേഷം വേറെ ഒന്നുമില്ല. അപ്പോഴേക്കും നൈറ്റായി. പിന്നെ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ രാത്രിയിലായപ്പോഴേക്കും ഫുള്ള് ലൈറ്റൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടണൊക്കെ അമർത്തി വയ്ക്കുക. അപ്പോൾ ടാറ്റാ.